നമസ്കാരം. പുതിയ വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം ടോപ്പ് ഹെഡ്സ്. ബംഗളൂരു ദുരന്തത്തിൽ പരിക്കേറ്റ 47 പേരും അപകടനില തരണം ചെയ്തു. 11 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. സർക്കാർ വീഴ്ചയെന്ന് ആരോപണം. IPL ഭരണസമിതിയോട് റിപ്പോർട്ട് തേടി BCCI. നിലമ്പൂരിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. വോട്ടർമാരെ നേരിൽ കണ്ട M സ്വരാജും ആര്യാടൻ ഷൌക്കത്തും. BJP മണ്ഡലം കൺവെൻഷൻ ഇന്ന് സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ദേശീയപാത തകർച്ചയിൽ NHAI ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും. തകർച്ചയുടെ കാരണവും ഉത്തരവാദികൾ ആരെന്നും വിശദീകരിക്കണമെന്ന് കോടതി. കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച്. തൃശൂർ പടിയൂർ ഇരട്ടക്കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി വ്യാപക തെരച്ചിൽ. കൊലപാതകം കുടുംബ വഴക്കിനെ തുടർന്നെന്ന നിഗമനം. 2019 ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രേംകുമാർ പ്രതി. രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പ്രവേശവിലക്കുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിലക്ക് ലിബിയനും ഇറാനും യമനും അഫ്ഗാനും അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക്. ക്യൂബ അടക്കം 7 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗിക വിലക്കും. അമേരിക്കയെ സുരക്ഷിതമാക്കാനുള്ള തീരുമാനമെന്ന് ട്രംപ്. ഹജ്ജിലെ ഏറ്റവും ശ്രേഷ്ഠമായ അറഫ ദിനം ഇന്ന്. 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. അസ്തമയം വരെ പ്രാർത്ഥനകൾ. കടുത്ത ചൂട് കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി.